ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ വലിയ നോമ്പ് കാലഘട്ടത്തിലേക്ക് പരിശുദ്ധ സഭയൊന്നാകെ നാം ഒന്നാകെ പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ്, ലെൻഡൻ സീസൺ. ലെൻ എന്ന വാക്കിന്റെ അർത്ഥം സ്പ്രിംഗ് എന്നാണ്, അതായത് വസന്തകാലം എന്നാണ് അതിന്റെ അർത്ഥം. സ്പ്രിംഗ് is a time of rebirth, a season of renewal, growth and development. All together it represents a new beginning. അതുകൊണ്ടാണ് സ്പ്രിംഗ് സീസണെ ക്യൂൻ ഓഫ് സീസൺസ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് റെപ്രസെന്റ്സ് എ ന്യൂ ലൈഫ്, എ ട്രാൻസ്ഫോർമേഷൻ. രൂപാന്തരത്തിന്റെ ഒരു കാലഘട്ടമാണ് വസന്തകാലം. പരിശുദ്ധമായ വലിയ നോമ്പും പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളായ നമ്മെ ഏവരെയും സംബന്ധിച്ചിടത്തോളം ഒരു രൂപാന്തരത്തിന്റെ കാലഘട്ടമാണ്. വലിയ നോമ്പിലെ ആദ്യ ഞായറാഴ്ചയായ പുത്തനെ ഞായറാഴ്ച നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവെങ്കിലും ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിന്റെ ആദ്യ അത്ഭുതമാണ് ഇന്നത്തെ ഏവെങ്കിലുമിലെ പ്രതിപാദ്യ വിഷയം. കാനാവിലെ വിരുന്നു ഭവനത്തിൽ സാധാരണ വെള്ളത്തെ മേൽത്തരമായ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തിയതാണ് ഇന്നത്തെ വേദഭാഗത്തിലെ സന്ദേശം എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ്. ആദ്യ അത്ഭുതത്തിൽ ആരംഭിച്ച അനുരഞ്ജനമാണ് ഇന്നത്തെ വേദഭാഗത്തിന്റെ ചിന്ത എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. യഹൂദ ന്യായപ്രമാണത്തിലെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കൽപാത്രങ്ങളിൽ കർത്താവ് വെള്ളം നിറയ്ക്കുവാൻ ആവശ്യപ്പെടുകയും ആ കൽപാത്രങ്ങൾ ഭവനത്തിന്റെ അല്ലെങ്കിൽ വിരുന്ന് സൽക്കാരം നടക്കുന്ന ഇടത്തിന്റെ പുറത്തിരുന്ന ആ കൽപാത്രങ്ങളിൽ നിന്ന് മേൽത്തരമായ വീഞ്ഞ് പകരുവാൻ തക്കോണത് ഉപയോഗിച്ചു എന്നുള്ളത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അവിടെ ഒരു വലിയ വ്യത്യാസം നടന്നു, ഒരു രൂപാന്തരം നടന്നു. ആ രൂപാന്തരം അനുരഞ്ജനത്തിന്റെ തലത്തിലേക്ക് കൊണ്ട് എത്തി എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്ന ശ്രേഷ്ഠമായ ഒരു സന്ദേശം എന്നുള്ളത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം അത്ഭുതങ്ങളെ അത്ഭുതങ്ങളെന്നല്ല അടയാളങ്ങളെന്ന് വെളിപ്പെടുത്തുവാനാണ് സുവിശേഷകൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് അത് ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ അർത്ഥവത്തായി സംഭവിക്കുന്ന അത്ഭുതങ്ങളെയാണ് അടയാളമെന്ന് വിളിക്കുന്നത്. ഇവിടെ ഇത് വെറും ഒരു അത്ഭുതമല്ല, അത് വളരെ ആഴമേറിയ അർത്ഥവത്തായ ഒരു അത്ഭുതമായതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ അതിനെ അടയാളമെന്ന് രേഖപ്പെടുത്തുന്നത്. ഇറ്റ്സ് എ മിറക്കിൾ വിത്ത് എ മീനിങ്. കാനാവിലെ കല്യാണ വീട്ടിൽ ഇത് വളരെ വ്യക്തമായി ദൃശ്യമാണ്. ശുദ്ധീകരണത്തിന് വെച്ച വെള്ളം അത് വീഞ്ഞ് പകരുവാനുള്ള ഒരു ശ്രേഷ്ഠമായ ഇതിലേക്ക് മാറ്റപ്പെടുകയാണ്. നിറമോ രുചിയോ മണമോ ഇല്ലാതിരുന്ന സാധാരണ വെള്ളം നിറവും രുചിയും മണവുമുള്ള വീഞ്ഞായിട്ട് മാറി. ഒഴിഞ്ഞ പോയ പാത്രങ്ങൾ വക്കോളം നിറയ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് കൽപ്പിക്കുന്നു. ദൈവരാജ്യത്തിന്റെ അനുഭവമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന മനുഷ്യരെ ദൈവ കൂട്ടായ്മയുടെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ദൈവകൃപയുടെ അടയാളമായി ഇതിനെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഗുണമില്ലാത്ത മനുഷ്യനെ ഗുണമുള്ളവനാക്കി തീർക്കുന്ന അടയാളം, ഒഴിഞ്ഞതിനെ നിറയ്ക്കുന്ന അടയാളം. അങ്ങനെ ആ രീതിയിൽ ഇതിനെ ദൈവവുമായി അടുപ്പിക്കുന്ന ഒരു അനുരഞ്ജനമായി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ വലിയ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ ദുഷ്കാലങ്ങളെ ഗുണസമൃദ്ധിയുള്ളതാക്കി തീർക്കണമേ. ഞങ്ങളുടെ ശിക്ഷകളെ അനുഗ്രഹ സമ്പൂർണമാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് നേരെയുള്ള കോപദണ്ഡനങ്ങളെ വിവിധ സന്തോഷാദികൾ കൊണ്ട് ദൈവമേ നിറയ്ക്കണമേ. ഈ വലിയ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമുക്ക് സ്വയമേ രൂപാന്തരപ്പെട്ട് നിറമോ മണമോ രുചിയില്ലാതിരുന്ന സാധാരണ വെള്ളം പോലെ ആയിരുന്ന നമുക്കൊക്കെയും മേൽത്തരമായ നിറവും മണവും രുചിയും ഗുണമേന്മയുമുള്ള വീഞ്ഞിന്റെ രൂപാന്തരത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവത്തിന് ഉപയോഗിക്കുന്ന ശ്രേഷ്ഠമായ വ്യക്തികളായി ദൈവമക്കളായി രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കുവാൻ തക്കവണ്ണം ഈ വലിയ നോമ്പിന്റെ കാലഘട്ടം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.